പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിലെ മർദ്ദനം അതിൽ ഉടമ പാസ്റ്റർ ബിനുവിന്റെ ആരാധനാ കേന്ദ്രത്തിന് മുന്നിൽ സംഘടിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ഓമല്ലൂരിലെ എലോഹി പ്രാർത്ഥനാ കേന്ദ്രത്തിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. സുജു ടി ബാബു അവിടെ നിന്ന് ചേരുകയാണ്. സുജു, എന്താണ് അവിടെ സാഹചര്യം? വലിയ പ്രതിഷേധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്ഷയ്, ഇപ്പോൾ സംഘർഷ സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായികളും ആയിട്ടുള്ള വിശ്വാസികളും, മറുഭാഗത്ത് BJP ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരുമാണ് മറുഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഈ അഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഇന്നത്തെ ദിവസം ആരാധന നടത്താൻ അനുവദിക്കില്ല എന്നാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പറയുന്നത്. ഇപ്പം പോലീസ് ഇടപെട്ടുകൊണ്ട് വിശ്വാസികളെ അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. വിശ്വാസികളെ തടയാൻ വേണ്ടി, ബിനു വാഴമുട്ടത്തിൻ്റെ പാസ്റ്ററിൻ്റെ അനുയായികളെ തടയാൻ BJP ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശ്രമിക്കുന്നു. സംഘർഷ സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്ന പോലീസ് നടപടി സ്വീകരിച്ചു തുടങ്ങി. പോലീസ് ഈ നിയമപരമായി ഇവിടെ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളോട് ആരാധനയിൽ പങ്കെടുക്കുവാൻ പോലീസ് അനുമതി കൊടുത്തു. പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിശ്വാസികളിപ്പം പ്രാർത്ഥനാ ഹാളിലേക്കോ ഓടിക്കയറുകയാണ്. എന്നാൽ മറുഭാഗത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ തടയാനെത്തുന്നു. ഈ പോലീസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ നിയമപരമായി ഈ ആരാധന നടത്താൻ ഇവർക്ക് തടസ്സമില്ല എന്ന് നിലനിൽക്കെ അതുകൊണ്ട് തന്നെ ഈ ആരാധന നടത്താൻ എത്തുന്നവരെ തടയില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത്തരം ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്നും പോലീസ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിശ്വാസികൾ, അതായത് പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായികൾ ഇപ്പോൾ പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പോലീസാണ് ഈ ആളുകൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുമുണ്ട്. ഈ പ്രാർത്ഥന ആരാധനയിലേക്ക് പ്രവേശിച്ച ഈ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതാണ് ആരാധനാ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ആരാധിക്കും, ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇവിടുന്ന് പോകുകയുള്ളൂ എന്ന നിലപാടിലാണ് അവർ എടുത്തിരിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്കാണല്ലേ സുജു കാര്യങ്ങൾ നീങ്ങുന്നത്? അവിടെ പോലീസും ഈ BJP കൗൺസിൽ അംഗങ്ങളും കൂടി വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് കാര്യങ്ങൾ ആക്രമണത്തിലേക്കൊക്കെ പോകുന്ന ഒരു നിലയിലേക്കൊക്കെയാണ് സാഹചര്യമുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വൃദ്ധസദനത്തിൽ താമസിക്കുന്ന കുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന ഒരു പരാതിയൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്നാണ് ഇപ്പോൾ സാഹചര്യം അതിരൂക്ഷമായ ഒരു നിലയിലേക്കൊക്കെ പോകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തായാലും പാസ്റ്ററുടെ ആരാധന കേന്ദ്രത്തിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. അവിടെ ആരാധന നടത്താനെത്തിയ വിശ്വാസികളെ തടയാനായി BJP പ്രവർത്തകർ എത്തുന്നു. പക്ഷേ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് എന്നവർ ഉറക്കെ പറയുകയാണ്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾ ഇതെന്തിനാ തടയുന്നത്? ഞങ്ങളിത് വാടകയ്ക്ക് എടുത്താ, ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കണം. അതായത് ആരാധന നടത്താൻ വേണ്ടി ആളുകൾ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർ മാധ്യമപ്രവർത്തകരോടും ബിനു വാഴമുട്ടത്തിൻ്റെ പാസ്റ്ററിൻ്റെ അനുയായികൾ ആക്രോശിക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ള മനസ്സിലാവുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നു. ഇപ്പോൾ മുഴുവൻ വിശ്വാസികളെയും പോലീസ് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അതിനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പോലീസിനെ സംബന്ധിച്ചോളം നിയമപരമായി ഇത്തരം ഒരു കേന്ദ്രത്തിൽ ആരാധന നടത്തുന്ന യാതൊരു തടസ്സവുമില്ല. എന്നാൽ മറുഭാഗത്ത് BJP ആക്ഷൻ കൗൺസിൽ ആളുകൾ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഗുണ്ടാ പാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ബിനു വാഴമുട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം. മറ്റൊരാവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത്, ഇത് അഞ്ജലി ഓഡിറ്റോറിയമാണ്, ഇത് സഭ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഭ നടത്താനുള്ള അനുമതിയില്ല, മറ്റ് ചടങ്ങുകൾ നടത്താനുള്ള അനുമതിയാണ് ഇവിടെ ഉള്ളതെന്നും അതുകൊണ്ട് ഈ കേന്ദ്രത്തിൽ ആരാധന നടത്തരുത് എന്നാണ് BJP ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. എന്നാൽ പോലീസ് എത്തിയത് പരിശോധിച്ച ശേഷം അവർ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ തടസ്സം ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം ഇവർ നാളുകളായി ഇവിടെ ആരാധന നടത്തുകയാണ്. ആ അവകാശം ഇവർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയോ എതിർക്കാൻ ആവശ്യമില്ല. ആ സ്വാതന്ത്ര്യം നടപ്പിലാക്കി തരണം. ഇവിടെ ഗുണ്ടായുസം എന്ത് ചെയ്യണം? BJPയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ ക്രിസ്ത്യാനികൾക്കും ഞായറാഴ്ച ആരാധന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പ്രതിസന്ധി ഉണ്ടായെങ്കിൽ അത് അവിടെ തീർക്കണം. ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടതല്ലത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഞങ്ങൾ ലഭിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളുടെ ഭരണഘടനയെ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ രക്തം ചിന്താൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല, അത് നിയമത്തിന് വിട്ടുകൊടുക്കുക. മനുഷ്യരെ നമ്മൾ സഹോദരങ്ങളാണ്. നമ്മുടെ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് അല്ലേ? ഇന്ത്യക്കാരല്ലേ? നമ്മുടെ സഹോദരങ്ങളെ പഠിപ്പിക്കുകയല്ലേ? അപ്പോൾ മതത്തിന് പേരും അടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയുടെ ആ ഭരണഘടന നടപ്പാക്കാൻ വേണ്ടി
ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ പോകും. ആ സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിയെടുക്കും. ഓക്കെ. അതായത് അതാണ് ഇപ്പോൾ ബിനുവാഴമുട്ടത്തിന് അനുയായികളായ വിശ്വാസികളുടെ നിലപാട്. ഭരണഘടന സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആരാധന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അത്തരം ഒരു നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികളെല്ലാം ഏതാണ്ട് എല്ലാ ആളുകളും അവർ പ്രാർത്ഥനാലയത്തിലേക്ക് അവരുടെ ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഓഡിറ്റോറിയമാണ്, അഞ്ജലി ഓഡിറ്റോറിയമാണ്. അതാണ് ഈ പ്രതിഷേധിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താൻ പാടില്ല എന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാലും ഇപ്പോൾ ആരാധന അവരുടെ പ്രാർത്ഥനാ യോഗം അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കും. പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഈ ആളുകളെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല കേരളത്തിൽ. കേരളം ഉത്തരേന്ത്യയാകുവാണോ? അതാ ഞാൻ ചോദിച്ചത്, കേരളം ഉത്തരേന്ത്യയാക്കുവാണോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് നടക്കത്തില്ല, അതൊരിക്കലും സംഭവിക്കത്തില്ല. കേരളം ഉത്തരേന്ത്യയാക്കില്ല എന്നാണ് ഈ ബിനുവാഴമുട്ടത്തിന് അനുയായികളായ വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത്. പ്രതിഷേധത്തിന് ആളുകളെ പോലീസ് നീക്കം ചെയ്തു തന്നെയാണ് ഈ വിശ്വാസികളെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പോലീസ് അതിന് കൃത്യമായി തന്നെ അതിൻ്റെ നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ ഇവിടെ ഒരു സ്റ്റേ ഓർഡറോ ഇവിടെ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടില്ല ഇവിടെ പ്രാർത്ഥന നടത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം ഇവിടെ പ്രാർത്ഥന നടത്താൻ നിയമപരമായി അനുവദിക്കേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസ് ഇവരെ കടത്തിവിട്ടത്. ഇപ്പോൾ അവരുടെ വിശ്വാസികളൊക്കെ തന്നെ എല്ലാം തന്നെ ആരാധന അവരുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഹാളിലേക്ക് പ്രവേശിക്കുകയും ആരാധന ആരംഭിക്കാൻ പോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനങ്ങൾ എത്തിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അറിയാനുള്ളത് പുറത്ത് പ്രതിഷേധിച്ചു നിന്ന ബിജെപിയുള്ള ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ അവരേത് സമീപനം സ്വീകരിക്കും, പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പോലീസ് കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തരം അതായത് നിയമപരമായി തടസ്സമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് തടസ്സമുണ്ടാക്കിയാൽ നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ പോലീസ് വലിയ ആക്ഷൻ എടുക്കേണ്ട വന്നിട്ടില്ല. കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനാ ഹാളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ്.